ഞാനേ പെട്ടെന്നൊരു മോരുകറി ഒരു 2 മിനിറ്റ് കൊണ്ട് ഒരു മോരുകറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കട്ട തൈര് ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. അത് കട്ട തൈര് തന്നെ എടുക്കുക, ഉടയ്ക്കുകയോ ഒന്നും വേണ്ട, അതിങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പിന്നെ അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് 2 പച്ചമുളക് ഇങ്ങനെ കീറിയതേ, ഇതാ 2ആയിട്ട് ഇങ്ങനെ നീളത്തിന് കീറിയിട്ടുണ്ട്. പിന്നെ 2 കാന്താരി മുളകും കൂടെ കീറി വെച്ചിട്ടുണ്ട്. അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ചേർക്കാം. എനിക്കുള്ളതുകൊണ്ട് ഞാൻ ചേർത്തു എന്നുള്ളതേ ഉള്ളൂ. കുറച്ച് ഇഞ്ചി അരിഞ്ഞ് വെച്ചത്, കുറച്ച് ഒരു 2 അല്ലി വെളുത്തുള്ളി, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഞാനൊരു ചീനിച്ചട്ടിയോ പാനോ ഒന്ന് അടുപ്പി വെക്കട്ടെ. ഇതാ ഒരു ചട്ടി അടുപ്പി വെച്ചിട്ട് ഞാൻ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടട്ടെ. ഒന്ന് കടുക് പൊട്ടിയിട്ടുണ്ട്. ഒരല്പം ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവയും ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി വരട്ടെ. 2 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കീറി വെച്ചിരുന്ന പച്ചമുളക് അതിലോട്ടൊന്ന് ഇടുവാണേ. കൂടെ തന്നെ ഈ ഇഞ്ചിയും ഈ വെളുത്തുള്ളിയും കൂടെ ഒന്ന് അങ്ങോട്ട് ഇടുവാണേ. ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരട്ടെ. പച്ചമുളക് ഒന്ന് ഫ്രൈ ആയി വരണം. ഇതാ പച്ചമുളകൊക്കെ നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടി ഞാനൊന്ന് ചേർക്കുവാണേ. മഞ്ഞൾപ്പൊടി ഒരല്പം മതി, പേരിന് മതി. അല്പം ഉപ്പും കൂടെ ചേർക്കുവാണേ. ഇതിൽ കൂടെ തന്നെ ഒന്ന് ചേർത്ത് ഞാനൊന്ന് എടുക്കുവാണേ. ഇനി നമ്മൾ കലക്കി വെച്ചിരുന്ന തൈരിലോട്ട് ഇതിനെ അങ്ങോട്ടൊന്ന് ഒഴിക്കുവാണേ. വേണമെങ്കിൽ കറിവേപ്പില വേണമെങ്കിൽ ഇടാം, ഞാൻ ഇടുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്കത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇതാ ഞാനൊന്ന് ഒഴിക്കുവാണേ. ഇതാ നോക്കിക്കേ, അടിപൊളി മോരുകറി നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാ നിമിഷ നേരം കൊണ്ട് തന്നെ 2 മിനിറ്റ് പോലും വേണ്ട. നമുക്ക് ഇതാ ഈ മുളകൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇതാ നല്ല ഫ്രൈ ആയിട്ടിരിക്കുന്ന മുളക് കണ്ടോ. ഇതെല്ലാം നമുക്ക് കൂട്ടി ചോറുണ്ണാൻ ഈ ഒരൊറ്റ കറി മാത്രം മതി. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരു മോരുകറി ഒന്ന് ട്രൈ ചെയ്യണേ. ബൈ.